Hello all, welcome to yet another new episode. This is my second video from the SSLC for grade 10 English students. So today we'll be moving on to Unit 1, Chapter 1. The name of the chapter is Adventures in a Banyan Tree by Ruskin Bond. എല്ലാവർക്കും banyan tree എന്താണെന്ന് അറിയാലോ അല്ലേ? ആൽമരം. ഓക്കെ, ഈ കഥ എഴുതിയത് റസ്കിൻ ബോണ്ട് ആണ്. റസ്കിൻ ബോണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്ന ഇന്ത്യയിലാണെങ്കിലും മൊസൂറി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ആണെങ്കിലും പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഡിസെന്റ് ബ്രിട്ടനിലാണെന്ന് അറിയപ്പെടുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഫോർ ഫാദേഴ്സ്, അതായത് മുതുമുത്തച്ഛന്മാര് ബ്രിട്ടനിലായിരുന്നു എന്ന് അറിയുന്നുണ്ട്. ഈ കഥയിലും അതിന്റെ ചെറിയൊരു അംശം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് അല്ലെങ്കിൽ ജോണർ എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഈ കഥകൾ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഒത്തിരി സിമ്പിൾ ആയ ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒത്തിരി ഡിഫിക്കൽട്ട് ആയ വൊക്കാബുലറി ഒന്നും റസ്കിൻ ബോണ്ട് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയൊരു വ്യക്തിയായിരുന്നു റസ്കിൻ ബോണ്ട്. അതേ ഒരു പ്രത്യേകത തന്നെയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊരു ചെറുകഥയാണ്. അപ്പം ഒരു ചെറുകഥയിലേക്ക് പോകുന്ന മുന്നേ ആ കഥയിലെ കഥാപാത്രങ്ങളെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പൊ നമുക്ക് അത് കഥയിലെ കഥാപാത്രങ്ങളായിരുന്നു കാണാം. അപ്പോൾ ഇവിടെ റസ്കിൻ ബോണ്ട് തന്നെയാണ് ഈ കഥയിലെ നെറേറ്റർ. അപ്പൊ റസ്കിൻ ബോണ്ടിന്റെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവത്തെയാണ് ഈ കഥയിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ റസ്കിൻ ബോണ്ട് ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് ചിലപ്പം ഗ്രാൻഡ് പാരന്റ്സിന് കൂടിയായിരുന്നു സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സെറ്റിംഗ്. ഈ കഥ എവിടെയാണ് നടക്കുന്നത്? ഈ കഥ നടക്കുന്നത് ഡെറാഡൂണിലാണ്. ഓക്കെ, ഡെറാഡൂൺ എവിടെയാണെന്നും കൂടി ഈ കഥയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റസ്കിൻ ബോണ്ട് ആണ് ഈ കഥയിലെ നെറേറ്റർ. ഓക്കെ, നെറേറ്റർ ആരെന്ന് അറിയാലോ. ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് നെറേറ്റർ. ഇടയ്ക്കുള്ള ഐ എന്ന് വരുന്ന എവിടെയും കാണുമെങ്കിൽ അത് റസ്കിൻ ബോണ്ട് ആണ് ഈ കഥയിൽ. മറ്റു കഥാപാത്രങ്ങൾ നോക്കുവാണെങ്കിൽ ഒന്ന് ഗ്രാൻഡ് ഫാദർ, റസ്കിൻ ബോണ്ടിന്റെ ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദർ 65 വയസ്സ് പ്രായമായിരുന്നു. ഗ്രാൻഡ് മദറിന്റെ പ്രായം കൃത്യമായിട്ട് വയസ്സ് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഗ്രാൻഡ് മദറിന് ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് നിറ്റിംഗ് ആണ്. നിറ്റിംഗ് നിങ്ങൾക്ക് അറിയില്ലേ? അറിയുന്നില്ലെങ്കിൽ അതിന്റെ പിക്ചറും കൂടി ഞാനിപ്പോൾ ഇടാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ നെറേറ്റർ. അപ്പൊ നെറേറ്റർ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ അവധികാലം സ്പെൻഡ് ചെയ്തത് എന്നതാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പൊ ബേസിക്കലി നമുക്കറിയാം ഏപ്രിൽ മെയിലായിരിക്കും നമ്മുടെ നാട്ടില് വെക്കേഷൻ ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ സമയത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൂടുകാലമാണ്, വേനൽക്കാലമാണ് അല്ലെ. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹത്തിന്റെ വേനൽക്കാലത്തെ അവധി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് എത്തിയത്. പിന്നെ ഇതാണ് കഥാപാത്രങ്ങൾ, മെയിൻ കഥാപാത്രങ്ങൾ. പക്ഷെ ഇതിൽ വേറെ ചില കഥാപാത്രങ്ങൾ, നിങ്ങൾക്ക് കുറെ ആനിമൽസിന്റെ പേര് കാണാം അല്ലെ, കുറെ മൃഗങ്ങളുടെ പേര് കാണാം. ഒന്ന് കോബ്ര. അതെ, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിലും ഒരു കഥാപാത്രമായിരുന്നു കോബ്ര. അതുപോലെ തന്നെ നമ്മുടെ മൂർഖൻ പാമ്പ്. പിന്നെ മംഗൂസ്. നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലെ എന്താ മംഗൂസ് എന്ന്? ഒത്തിരി രോമമുള്ള ഒരു മൃഗം എന്നൊക്കെ അറിയണ്ടാവും. ഏകദേശം ഒരു 3 അടി നീളമൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ അതിന്റെ പിക്ചറും കൂടി ഞാൻ ഇതിൽ ഇടാം. പിന്നെ വൈറ്റ് റാറ്റ്. ഓക്കെ, വൈറ്റ് റാറ്റ് അത് ഭയങ്കര ഒരു ഡിഫറെന്റ് ആണ് അല്ലെ. ഒരു വെള്ള എലി. ഈ വെള്ള എലി പിറകിലും ഒരു കഥയുണ്ട്. കാരണം വെള്ള എലി എന്ന് പറയുന്ന സാധനം ഈ റസ്കിൻ ബോണ്ടിന്റെ ഗ്രാൻഡ് ഫാദർ പോയി മേടിച്ചുകൊണ്ട് വീട്ടില് വച്ചിരുന്ന ഒരു മൃഗമായിരുന്നു വൈറ്റ് റാറ്റ്. നമ്മൾ ആരെങ്കിലും പൈസ കൊടുത്ത എലിനെ മേടിക്കുമോ? ഇല്ല. പിന്നെ ഒരു ക്രോ, മൈന, സ്ക്വിറൽ. ഇതൊക്കെയായിരുന്നു നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ. ഇതൊക്കെ നമ്മുടെ മൃഗങ്ങളാണ്. പിന്നെ ഈ കഥയെ ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. ആദ്യം കഥയുടെ ഇൻട്രൊഡക്ഷൻ, പിന്നെ കഥയിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് പാമ്പും മംഗൂസും തമ്മിൽ, പിന്നെ ബർത്ത് ഓഫ് വൈറ്റ് സ്ക്വിറൽ. ഇങ്ങനെ 3 ആയിട്ട് കഥ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഥ തുടങ്ങാം. ഓക്കെ, അപ്പൊ ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇൻട്രൊഡക്ഷൻ ആണ്, ഞാൻ അത് വായിച്ചു തരാം. Nature is for all living beings. Man should live in harmony with nature. Being one with nature is always mesmerizing. Have you ever got a chance to spend your leisure time with nature? Let's read how a boy experienced and blended with the essence of nature. നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലം എപ്പോഴെങ്കിലും പ്രകൃതിയുടെ കൂടെ ചെലവിട്ടിട്ടുണ്ടോ എന്നാണ് കഥാകൃത്ത് ചോദിക്കുന്നത്. ഇവിടെ ഉണ്ടാകാം, ഇല്ല ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മുടെ റസ്കിൻ ബോണ്ടിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിനുണ്ടായ കുറെ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയപ്പെടുന്നത്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. Adventures in Banyan Tree.
Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. അപ്പോൾ ആ ഇരിക്കുന്ന സ്ഥലമെല്ലാം ഗ്രാൻഡ് ഫാദറിന് അധീനതയിലായിരുന്നുവെങ്കിലും ആ ബാനിയൻ ട്രീ, ആ ആൽമരം എന്റെ അധീനതയിലായിരുന്നു. എന്തുകൊണ്ടാണ്? ഗ്രാൻഡ് ഫാദറിന് 65 വയസ്സ് പ്രായം ആയതുകൊണ്ടും പിന്നെ ഗ്രാൻഡ് ഫാദർ എന്തായാലും ആ മരത്തിന് മേലെ കയറില്ല, അപ്പൊ അതുകൊണ്ടും അത് എന്റെ അധീനതയിലായിരുന്നു. Grandmother used to tease him about this and would speak of a certain Countess of Desmond. അപ്പം grandmother ഇതിനെ കുറിച്ച് എപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കുമായിരുന്നു. അതേ ഗ്രാൻഡ് മദർ, ഞാനൊരു സെന്റൻസ് വായിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയാം. Grandmother used to tease him about this and would speak of a certain Countess of Desmond. Countess of Desmond എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അതൊരു സ്ത്രീ കഥാപാത്രമാണ്. ആ സ്ത്രീ കഥാപാത്രം ജീവിച്ചിരുന്നു ഓൾമോസ്റ്റ് 117 വർഷം ജീവിച്ചിരുന്നു എന്നാണ് നമ്മുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ 100 വയസ്സിന് മുകളിൽ ജീവിച്ചിട്ടുണ്ട് എന്ന് മാത്രം നമ്മൾ വിക്കിപീഡിയയിൽ ചെക്ക് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാല്, ഈ ഒരു വ്യക്തി, ഈ കൗണ്ടസ്, ശരിക്കുള്ള പേര് കാത്തറിൻ എന്നാണ് വിക്കിപീഡിയയിൽ കണ്ടത്. ഈ കൗണ്ടസ് എന്ത് പറ്റി, 117 വയസ്സ് വരെ ജീവിച്ചു. എന്താണ് സംഭവിച്ചത്? ഒരു ദിവസം ആപ്പിൾ മരത്തിന് മേലെ കയറി 117ാമത്തെ വയസ്സിൽ അങ്ങനെ വീണ് മരിക്കുകയാണ്. അപ്പോൾ ഈ കഥ പറഞ്ഞുകൊണ്ടാണ് ഗ്രാൻഡ് മദർ എപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ മോക്ക് ചെയ്യാറ്, അല്ലെങ്കിൽ ടീസ് ചെയ്യാറ്, കളിയാക്കാറ്. ഓക്കെ, പിന്നെ വീണ്ടും പറയുന്നത് ഈ ആൽമരത്തെ കുറിച്ചാണ്. The spreading branches of the banyan tree which curved to the ground and took root again, forming a different size of arcs, gave me endless pleasure. നിങ്ങൾക്ക് എല്ലാവർക്കും ആൽമരം കണ്ടിട്ടുണ്ടോ? അപ്പൊ ആൽമരം എന്ത് ചെയ്യും, ഒന്ന് വലുതാവും, അതിന്റെ ബ്രാഞ്ചസ് ഒത്തിരി സ്പ്രെഡ് ആയി അത് താഴെ വീണ്ടും തട്ടും. ആ ബ്രാഞ്ചസ് താഴെ വീണ്ടും അതിലൂടെ വീണ്ടും വേര് വന്ന് അത് വീണ്ടും അവിടെ നിന്ന് അങ്ങനെ മുളയ്ക്കുക, അങ്ങനെ പടർന്ന് പന്തലിക്കുന്ന ഒരു മരമാണ് ആൽമരം. നിങ്ങൾക്ക് അറിയാലോ, ബേസിക്കലി ഫൈബ്രസ് റൂട്ടാണ് ആൽമരം. ഓക്കെ, അപ്പൊ ഈ ആൽമരത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറെ അപ്സ് ആൻഡ് ഡൗൺസും കേർവ്സും എല്ലാം ഉണ്ടായതുകൊണ്ട് പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ആൽമരത്തിന് ചുറ്റും കളിക്കാൻ. അപ്പോൾ അതൊരു വേനൽക്കാലമായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്, ആ വേനൽക്കാലത്ത് നമ്മുടെ കഥാകൃത്ത് റസ്കിൻ ബോണ്ട് സമയം ചെലവഴിച്ചിരുന്നത് എവിടെയായിരുന്നു? ഈ ബാനിയൻ ട്രീ അണ്ടറിലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഭയങ്കര കൗതുകമായിരുന്നു. എപ്പോഴും നമ്മുടെ കഥകളില് നമുക്കറിയാം റസ്കിൻ ബോണ്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് കൗതുകം, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി. അപ്പൊ മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. അതിനാണ് ഞാൻ ഇവിടെ എഴുതിയിരുന്നത്, സ്ക്വിറൽ. അപ്പൊ നമ്മുടെ കഥാകൃത്തിന് ആദ്യത്തെ സുഹൃത്തായിരുന്നു സ്ക്വിറൽ, ഒരു ഗ്രേ കളർ സ്ക്വിറൽ ആയിരുന്നു. അത് എപ്പോഴും ഇങ്ങനെ സ്നിഫ് ചെയ്ത് നടക്കുക. നമ്മുടെ കഥാകൃത്തിന് എല്ലാ ദിവസവും നമ്മുടെ ബാനിയൻ ട്രീനെ മേലെ പോകും. എന്നിട്ട് പിന്നെ അവിടെ എന്ത് ചെയ്തു, ബാനിയൻ ട്രീനെ മേലെ, നമുക്ക് ട്രീ ഹൗസ് എന്നൊക്കെ അറിയത്തില്ലേ, ചുമ്മാ ഒരു ലോഗ് കെട്ടി അവിടെ എപ്പോഴും വന്ന് ഇരിക്കാൻ തുടങ്ങി. ഓക്കെ, ട്രീ ഹൗസ് പോലെ തന്നെ. അതിന്റെ ട്രീ ഹൗസ് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ പിക്ചർ കൂടി ഞാനിപ്പം ഇടാട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ റസ്കിൻ ബോണ്ട് എന്ത് ചെയ്യും, ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എന്നിട്ട് അവിടെ കയറി ഇരിക്കുമായിരുന്നു. അവിടെ കയറി ഇരുന്ന് എന്ത് ചെയ്യുമായിരുന്നു, കുറെ പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളുടെ പേരും ഇവിടെ ശരിക്കും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ ബുക്സ് ആണ് വായിച്ചുകൊണ്ടിരുന്നത്? ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. നോവൽസ് ഓഫ് എഡ്ഗർ റൈസ്, ഹക്കൽബറി ഫിൻ, ട്രെഷർ ഐലൻഡ്, ലൂയിസ മേ ആൽക്കോട്ട്, മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അദ്ദേഹം വായിക്കുമായിരുന്നു. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിന് മേലെ കയറി ഇരുന്നാണ് വായിക്കാറ്. ആ സമയത്ത് ആരുപേരും നമ്മുടെ ഈ കുഞ്ഞ് ഗ്രേ സ്ക്വയറിൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. പക്ഷേ ഗ്രേ സ്ക്വയർ അധികം അടുക്കാറുണ്ടായിരുന്നില്ല, കാരണം ഈ റസ്കിൻ ബോണ്ട് അറ്റാക്ക് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചു ഇവിടെ? I did not arm myself with a catapult or air gun. Catapult എന്താണെന്ന് അറിയില്ല, നമ്മുടെ കവണ എന്ന് പറയില്ലേ സാധനം. catapult എന്നതല്ല, അതിന്റെ ഇമേജ് ഇടാം കേട്ടോ. കവണയോ എന്റെ കയ്യിൽ എയർ ഗണ്ണോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നീട് ഭയങ്കര സുഹൃത്തുക്കളായി ആര്, റസ്കിൻ ബോണ്ടും സ്ക്വിറലും. പിന്നെ എന്താ സംഭവിച്ചത്, പിന്നെ മെല്ലെ ഭയങ്കര ഇതായിരുന്നു. എപ്പോഴൊക്കെ ഫുഡ് വാങ്ങിച്ചു ആ കയ്യിൽ വന്നിട്ട് സ്ക്വിറൽ ഫുഡ് മേടിക്കുമായിരുന്നു. പിന്നെ ഒത്തിരി കൂട്ടായി. അപ്പൊ എന്താ, സ്ക്വിറലിന്റെ സ്വന്തം റസ്കിൻ ബോണ്ടിന്റെ പോക്കറ്റ്സിലൊക്കെ കയറി ഫുഡ് എടുത്തിട്ട് കഴിക്കുമായിരുന്നു. അത്രയും ക്ലോസ്ഡ് ആയി. ഇവിടെ സെന്റൻസ് ചെയ്തിട്ടുണ്ട്, ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. അപ്പം ഡെൽവിങ് മീൻസ് ആ പോക്കറ്റിനുള്ളിലോട്ട് പോയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പെറുക്കി തിരിച്ചു പോവായിരുന്നു. അത്രയും ഫ്രണ്ട്ലി ആയി അണ്ണാനും നമ്മുടെ കഥാകൃത്തും. അങ്ങനെ ഒരു ദിവസം, ഒരു സ്പ്രിംഗ് ടൈം ആയിരുന്നു കേട്ടോ. ഈ സ്പ്രിംഗ് ടൈം നമുക്ക് അറിയാലോ, ഈ വേനലവധി ഒത്തിരി ചൂടാവുന്ന മുന്നെയാണ് ചെറിയായിട്ടൊരു വേനലവധിക്ക് ശേഷം
വേനലാവധിക്ക് ശേഷം എന്ത് വന്നു? സ്പ്രിംഗ് സീസൺ വന്നു. സ്പ്രിംഗ് സീസണിൽ ഒരു പ്രത്യേകതയുണ്ട്, കുറച്ചും കൂടി ഒരു കാറ്റൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കഥാകൃത്തിന് സ്ഥിരം സ്ഥലമായി ആ പ്ലാറ്റ്ഫോമിൽ. ഓക്കെ, ഒത്തിരി ചൂടൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ടൈം വീടിനുള്ളിൽ തന്നെയാണ് ചെലവഴിക്കാറ്. പക്ഷെ അന്ന് എന്ത് ചെയ്തു? അദ്ദേഹം മുകളിൽ തന്നെയായിരുന്നു ചെലവഴിക്കേണ്ടത്. നമ്മുടെ സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും പൂക്കാലം എന്ന് നമ്മൾ പറയും. പക്ഷെ അത്ര പൂക്കാലം സമയത്തും ചെറിയ ചൂടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ബാനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. അപ്പൊ ഒത്തിരി പക്ഷികളും എല്ലാം വന്ന് നമ്മുടെ ഈ മരത്തിന് മേലെ ചെറുകൂട്ടിയിരുന്നു. ഓക്കെ, ബുൾബുൾ അവിടെ കുറെ എഴുതിയിരിക്കുന്നുണ്ട്. cheerful and greedy, gossiping rosy pastors, parrots, crows, squabbling with each other all the time. എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഈ ബേർഡ്സും കാക്കയും എല്ലാം ഒരു സമയമുണ്ട്. കാരണം ഈ ബാനിയൻ ട്രീയുടെ ഒരു ടൈം ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ കലാകൃത്തിന് പറയുന്നുണ്ട് ഏറ്റവും വലിയ നോയ്സിയസ്റ്റ് പ്ലേസ് ആയിരുന്നു ഈ ബാനിയൻ ട്രീ. പിന്നെ എന്താ ഉണ്ടായത്? ഓക്കെ, പിന്നെ പറയുന്നതാണ് അദ്ദേഹം പ്ലാറ്റ്ഫോം കെട്ടിയതും അത് അവിടെ ഇരുന്ന് ഒത്തിരി സമയം അദ്ദേഹത്തിന് പ്ലാറ്റ്ഫോം കെട്ടി. നമ്മുടെ കുഷ്യൻസ് ഇല്ല, നമ്മൾ പില്ലോയിൽ ചെറിയ സൈസ് സോഫയിലൊക്കെ നമ്മൾ വെക്കാറില്ലേ, ആ ചെറിയ കുഷ്യൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് അദ്ദേഹം എപ്പോഴും പുസ്തകം വായിക്കുമായിരുന്നു. ഇടയ്ക്ക് പുസ്തകം വായിക്കാൻ ഭയങ്കര ബോറിംഗ് ആണ്, ഇഷ്ടമില്ലാത്ത സമയമാണെങ്കിൽ അദ്ദേഹം താഴോട്ട് ഇങ്ങനെ നോക്കി ബാനിയൻ ട്രീന് അടിയിൽ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം താഴോട്ട് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കാണുന്ന ഒരു കാര്യം, ഗ്രാൻഡ് മദർ എപ്പോഴും തുണി അലക്കുന്നത് അദ്ദേഹം കാണുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെ കുക്ക് ഫ്രൂട്ട് സെല്ലർ, ഫ്രൂട്ട് വെൻഡർ, നമ്മുടെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫലങ്ങള് വിൽക്കുന്ന ആളുമായിട്ട് തല്ലുകൂടുന്നത് കാണാറുണ്ട്. പിന്നെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യും? ഗ്രാൻഡ് ഫാദറിന്റെ ചെറിയൊരു ഗാർഡൻ, ഇത് ഞാൻ പറഞ്ഞത് ബ്രിട്ടീഷ് ഒരു പോയിന്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് ഇതിന്റെ പോയിന്റാണ്. നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? ഒരു ഇംഗ്ലീഷ് ഗാർഡൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രിട്ടനിൽ കാണുന്ന ചില ചെടികൾ കൊണ്ടുവന്നാണ് കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യൻ മാരിഗോൾഡ് എന്താണെന്ന് അറിയില്ലേ? അറിയില്ലെങ്കിൽ അതിന്റെ ഫോട്ടോ ഞാൻ ഇടാം കേട്ടോ. അപ്പൊ മാരിഗോൾഡ് വന്ന് ഈ ഗ്രാൻഡ് ഫാദറിന്റെ തോട്ടത്തിലേക്ക് വന്നു. അത് ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമല്ല. അതിനെ കുറിച്ച് ഇങ്ങനെ പിറുപിറുക്കുമായിരുന്നു ഗ്രാൻഡ് ഫാദർ. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ എഴുത്തുകാരൻ കണ്ടുകൊണ്ടിരുന്ന ഏപ്രിൽ മാസമായി വീണ്ടും വേനലവധിയായി. അദ്ദേഹം എന്ത് ചെയ്തു? ഒത്തിരി ചൂടായതുകൊണ്ട് കുളിക്കണോ എന്താ ചെയ്യണമെന്ന് വെച്ച് ആലോചിക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത്? നമ്മുടെ കോബ്ര സ്നേക്ക്, അടുത്ത ക്യാരക്ടർ കേട്ടോ. നമ്മുടെ ഈ കോബ്ര സ്നേക്ക് കുറെ ഈ ക്യാക്ടസിനുള്ളിൽ കൂടെ വന്നു. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഞാൻ വായിച്ചു തരാം കേട്ടോ. At the same time, when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. അപ്പൊ എന്ത് സംഭവിച്ചത്? വേനൽക്കാലമായിരുന്നു. അപ്പൊ നമ്മൾ ഈ സ്നേക്ക് എന്ത് ചെയ്തു? ഈ കാക്ടസ് അറിയില്ല, മുള്ളുചെടി, ഈ മുൾച്ചെടി, കൂട്ടമായ മുൾച്ചെടി, ഞാൻ ഉള്ളിക്കോടെ നമ്മുടെ സ്നേക്ക് മെല്ലെ പുറത്തേക്ക് വന്നു. ഇത്തിരി ഒരു വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും, ചൂടുകാലമാണല്ലോ. ആ സമയത്തിന് ആര് പുറത്ത് വന്നു? നമ്മുടെ അടുത്ത ക്യാരക്ടർ, അതാരാ? മംഗൂസ്. At the same time, a mongoose emerged from the bushes and went straight for the cobra. നമുക്ക് സങ്കല്പിക്കാം മംഗൂസും സ്നേക്ക് തമ്മിൽ അവിടെ എന്തുണ്ടായിട്ടുണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആരാ? നമ്മുടെ കോബ്ര ആൻഡ് മംഗൂസിന് പ്രത്യേകതയുണ്ട്. മംഗൂസ് എന്തെന്ന് പറയാം? സ്നേക്ക് എന്ന് വിചാരിച്ചോ, നമ്മളെ മംഗൂസ് ആകെ 3 അടി പൊക്കം ഉള്ളൂ, ശരിക്കും 3 അടി നീളം ഉള്ളൂ. നമ്മൾ മംഗൂസ് എന്തെന്ന് വെച്ചാല് ഈ ഭാഗത്തു കൂടെ മെല്ലെ വരും. അപ്പൊ പാമ്പ് കൊത്താൻ വേണ്ടി വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, ചുമന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നത് കാണിക്കുള്ളൂ. അപ്പൊ പാമ്പ് വിചാരിക്കും ഇത് കൂടെ വരുന്നത്. പാമ്പ് കൊത്താൻ പോകുമ്പോഴേക്കും മംഗൂസ് ഇത് കൂടെ പോന്നിട്ട് കടിയും. മംഗൂസിന് ബൈറ്റ് ഭയങ്കര സ്ട്രോങ് ആട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, മംഗൂസിന്റെ ഈ ഒത്തിരി രോമമുള്ള ശരീരമായതുകൊണ്ട് പാമ്പ് പെട്ടെന്ന് കടിച്ചാലും ചിലപ്പോൾ സ്കിന്നിലായിരിക്കില്ല കടിക്കുന്നുണ്ടാവുക, ആ രോമത്തിന് മേലെയും കടിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ മംഗൂസ് പല പ്രാവശ്യം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ കഥയിൽ തന്നെ പറയുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം മംഗൂസ് പോയി കടിച്ചു. അപ്പം ആ കടി കണ്ടപ്പം നമ്മളെ കാഴ്ചക്കാരെ കുറിച്ച്, സ്പെക്ടേറ്റേഴ്സ്, അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ച വാക്ക്. സ്പെക്ടേറ്റേഴ്സ് പറഞ്ഞാൽ ഈ കാഴ്ചക്കാർ കുറെ പേരുണ്ടായിരുന്നു. ആരൊക്കെയാണ് മെയിൻ കാഴ്ചക്കാര്? 2 പേര്. ഒന്ന് ക്രോ. ആ ക്രോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ജംഗിൾ ക്രോ എന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിലൊക്കെ ഉള്ള ക്രോ ഏകദേശം ഇത്തിരി ഒരു കൗശലക്കാരിലാണ്, ഇത്തിരി കൂടി ഒരു ബ്രില്യൻ്റ് ആയ ആൾക്കാരാണ്. പക്ഷെ ഇവിടെ ഈ കാക്കയ്ക്ക് ഒരു കൗശലം ഉണ്ടായിരുന്നില്ല. കാക്ക എന്ത് തുടങ്ങിയിരുന്നു, ഒരു പെട്ടെന്ന് കഴിയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മുടെ കാക്കയും കൂടെ വേറൊരു മൃഗങ്ങളുണ്ട്, ആരാ? നമ്മുടെ മൈന. ഈ കാക്കയും മൈനും പെട്ടെന്ന് ഓടി വന്ന് ഈ പാമ്പിന്റെ അടുത്ത് വന്നിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കും. തിരിച്ചവർ അവിടെ വീണ്ടും അവിടെ പോയിരുന്നിട്ട് വീണ്ടും കാഴ്ചക്കാരാവാം.
രണ്ടാമത്തെ പ്രാവശ്യം ഇതേപോലെ നമ്മുടെ മംഗൂസ് വീണ്ടും ഈ ഭാഗത്തോട് വന്നു. അപ്പൊ ഈ പാമ്പ് കൊത്താൻ പോണ സമയത്ത് വേഗം മംഗൂസ് അപ്പുറത്ത് വന്നിട്ട് പാമ്പിനെ പിറകില് പോയി കടിച്ചു. അപ്പൊ പാമ്പ് എങ്ങനെ നിൽക്കുന്നത്, ഹൂഡ് എന്ന വേർഡ് യൂസ് ചെയ്തു. ഹൂഡ് എന്ന് വെച്ചാൽ പത്തിയൊക്കെ വിടർത്തി. നമ്മൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, പാമ്പിന്റെ ബാക്കിൽ ഏകദേശം എന്ന് പറയുന്ന ഒരു സിമ്പിളിലുള്ള ഒരു കണ്ടിട്ടുണ്ടാവും അല്ലെ, ഒരു ചിഹ്നം പോലെ. അതൊക്കെ വിടർത്തി ശരിക്കും കാണുന്ന രീതിയിൽ പാമ്പ് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് മംഗൂസ് വീണ്ടും ഇതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നവരെ കാണിച്ചു. പാമ്പ് കൊത്താൻ വരുന്ന വേഗം ഓടിപ്പോയി റൈറ്റ് സൈഡിൽ വന്നിട്ട് പാമ്പിനെ കുത്തി, ബാക്കിൽ കുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ 2 കുത്ത് കിട്ടിയപ്പോഴും പാമ്പാകെ ടയേർഡായി. ഓക്കെ, ആ സമയത്ത് ആ ഒരു എക്സൈറ്റ്മെന്റിൽ വേഗം കാക്കയും മൈനയും വീണ്ടും പറന്നു വന്നു ഇവരുടെ മേലെ. പക്ഷെ ആ ഒരു ഇതില് പാമ്പിന് ഭയങ്കര പാമ്പ് നേരെ കുത്തി ആരെയാ, നമ്മുടെ കാക്കേനെ, ക്രോ. അപ്പൊ ആ ഒരു കുത്ത് കിട്ടിയപ്പം കാക്ക ആ സ്പീഡിൽ ഒത്തിരി ദൂരത്ത് പോയി തെറിച്ച് വീണ് അവിടെ കുറച്ചു നേരം ചലനം ഉണ്ടായിരുന്നു, പിന്നെ അതോടെ മരിച്ചു. ഇത് കണ്ടപ്പോൾ മൈനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടരുതെന്ന് പറയില്ലേ, എക്സാക്ട്ലി അതുപോലെ തന്നെ മൈന പിന്നെ വീണ്ടും കാഴ്ചക്കാരി മാത്രമായി. മൈന പിന്നെ ആ പ്രദേശത്തേക്ക് വന്നു. പക്ഷെ മൈന നോക്കുന്ന ഈശ്വര പാമ്പ് ഈ ഭാഗത്തുണ്ടോ നോക്കുന്നുണ്ട്. അങ്ങനെ മൈന ഭയങ്കര സേഫ് ആയി. പിന്നെ മൈന ഒന്നിനും ഇടപെട്ടില്ല, മൈന അവിടെ നിൽക്കുന്നേ ഉള്ളൂ. വീണ്ടും അവർ തമ്മിൽ ഫൈറ്റ് തുടങ്ങി. ആ പാമ്പ് എന്ത് ചെയ്യുന്നു, വേഗം ചുറ്റും കോയിൽ പോലെ നമുക്കറിയാലോ, അതുപോലെ എന്ത് ചെയ്തു, നമ്മുടെ ഈ കോബ്ര വേഗം വന്ന് നമ്മുടെ മംഗൂസ് ചുറ്റി. പക്ഷെ ആ സമയം കൊണ്ട് മംഗൂസ് ഒരു വടി കൂടി കൊടുത്തു. അപ്പോഴേക്കും പാമ്പാകെ ക്ഷീണിച്ചു, പാമ്പാടെ വീണു. അങ്ങനെ അവിടെ സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടത് ആരാ, നമ്മുടെ മംഗൂസ്. മംഗൂസ് ബേസിക്കലി ബ്രില്യൻസ് ഉപയോഗിച്ച് മംഗൂസ് രക്ഷപ്പെട്ടു. ഓക്കെ, അതാണ് ഈ കഥയുടെ ആദ്യത്തെ ഭാഗം. അപ്പൊ നമ്മുടെ കഥയുടെ ആദ്യത്തെ ഭാഗം അവസാനിക്കുന്നതാണ് ഫൈറ്റ് ബിറ്റ്വീൻ ദ സ്നേക്ക് ആൻഡ് ദ മംഗൂസ്. ഓക്കെ, മൈനയുടെ ചുറ്റും നോക്കുന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് ഈ കഥയിൽ അടുത്ത ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ ചുടുകാലായി കാര്യങ്ങൾ ഇങ്ങനെ കഥകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ കഥയിൽ പറയുന്നത് നമ്മുടെ കഥാകൃത്ത് റസ്കിൻ ബോണ്ട് ഈ കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് ഫാദർ അടുത്ത് വിവരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്താ സംഭവിച്ചെന്നും എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം പിന്നെ വേറൊരു കാര്യം ഈ കഥയിൽ പറയുന്നുണ്ട്, ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലിവ് ഇൻ ദ ഗാർഡൻ to keep away the snakes and fed it regularly. ആരാ, നമ്മുടെ ഗ്രാൻഡ് ഫാദർ പിന്നെ എന്ത് ചെയ്തു, ഇപ്പോൾ മംഗൂസിന് ഒരു എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കും. എന്നാലേ ഈ പ്രദേശത്തുള്ള പാമ്പൊക്കെ പോവുള്ളൂ, അതിനെ ഇതാക്കുള്ളൂ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, അതിനെ കൊല്ലുള്ളൂ എന്ന് അറിയാം. ശരിക്കും ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് വൺ ആക്കി മാറ്റി ആരെ, ഈ മംഗൂസിനെ. പിന്നെ അടുത്ത് വന്ന് പിന്നെ കാണുന്ന ഒരു കാഴ്ച പറയുന്നുണ്ട്, ഫ്രോം ദ ബാനിയൻ ട്രീ ഐ ഓഫൻ സോ ദ മംഗൂസ് പെട്രോളിംഗ് ദ 4 corners of the garden and once I saw him with an egg in his mouth and knew that he had been in the poultry house. അപ്പം അവിടെ തൊട്ടടുത്ത് നമ്മുടെ കുറെ ഹെന്നിന്റെ ഒക്കെ സലൂൺസ് മംഗൂസിനും ആയാലും എഗ്ഗ് കണ്ടു, കോഴിമുട്ട കണ്ടു. അപ്പൊ ക്ലിയർ ആയിട്ട് അറിയായിരുന്നു ഇത് മംഗൂസ് പോൾട്രി ഫാമിൽ എടുത്തതാണ്. പക്ഷെ ഉറപ്പായിട്ട് അറിയാം ഇപ്പത്തെ മംഗൂസിന്റെ എന്താ ചെയ്യുന്നത്, മംഗൂസ് നമ്മുടെ വീട് ചുറ്റും സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞാലും ഗ്രാൻഡ് ഫാദർ അത്ര കാര്യം എടുക്കില്ല എന്ന് നമ്മുടെ എഴുത്തുകാരന് മനസ്സിലായി. പിന്നെ വീണ്ടും കഥയിലേക്ക് പോകുന്ന സമയത്ത് വേറൊരു കാര്യം പറയുന്നത്, Banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. അപ്പൊ പിന്നെ ഉണ്ടായ അടുത്ത 3ാമത്തെ സംഭവത്തിലേക്ക് നമ്മൾ വരാണ്, ബർത്ത് ഓഫ് ദ വൈറ്റ് സ്ക്വിറൽസ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മുന്നേ കഥയിൽ നമ്മുടെ കഥാകൃത്ത് റസ്കിൻ ബോണ്ട് സ്ക്വിറലായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ സ്ക്വിറൽ എന്ത് ചെയ്യും, ഇടയ്ക്കൊക്കെ ഒരു പ്രാവശ്യം കണ്ടു സ്ക്വിറലിലെ നമ്മുടെ എഴുത്തുകാരന്റെ പോക്കറ്റിൽ കുറെ വൈക്കോലും പുല്ലും കാര്യങ്ങളും. അപ്പൊ മനസ്സിലായി കൂട് കെട്ടുന്ന സമയമായി മനസ്സിലായി. അപ്പം എപ്പോഴും പാൻസ് മാറുന്ന സമയത്ത് ഇത് കാണാൻ അവസാനം എന്ത് ചെയ്തു, നമ്മുടെ ഈ സ്ക്വിറല് എന്താ ഒരു പ്രാവശ്യം കയറിയ സമയത്ത് ഉണ്ടായ ഒരു ബ്യൂട്ടിഫുൾ ഇതുണ്ട്, ഞാൻ വായിച്ചുതരാം. At the first she tried building it in my pocket, and when I went indoors and changed my clothes I would find always a straw and grass falling out. Then one day grandmother's knitting was missing. We searched the whole house but we couldn't find it out. Next day I saw something glinting in the hole in the banyan tree and I went up to investigate. I saw that it was the end of grandmother's steel knitting needle. So അവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ ഗ്രാൻഡ് മദർ നിറ്റിംഗ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗ്രാൻഡ് മദറിന് ലവ് നിറ്റിംഗ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്രാൻഡ് മദർ നിറ്റിങ്ങിന്റെ അത് മൊത്തം ആരുടെ കയ്യിലായിരുന്നു, നമ്മുടെ സ്ക്വിറലിന്റെ കയ്യിലായിരുന്നു. അത് ജസ്റ്റ് ഒരു നെസ്റ്റ് ഒക്കെ പണിയാൻ വേണ്ടി അച്ഛൻ എടുത്തായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിറ്റിംഗ് ഇൻ ദ ഹോൾ. He went. Okay. On looking further, I discovered that the hole was crammed with knitting, and amongst the wool there were 3 baby squirrels. അപ്പോൾ നമ്മളവിടെ നോക്കിയ സമയത്ത് എന്താ കണ്ടേ, നമ്മുടെ എഴുത്തുകാരൻ 3 കുഞ്ഞി അണ്ണാൻകുട്ടികളെ കണ്ടു. എഴുത്തുകാരൻ ആദ്യം അണ്ണാൻകുട്ടികൾ കണ്ടേ, പക്ഷെ പ്രത്യേകത എന്തായിരുന്നു അണ്ണാൻകുട്ടികൾ, എന്തായിരുന്നു പ്രത്യേകത, വൈറ്റ് സ്ക്വിറലായിരുന്നു, വെള്ള അണ്ണാൻകുട്ടിയായിരുന്നു. അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു നമ്മുടെ എഴുത്തുകാരന്. എഴുത്തുകാരൻ വേഗം ഒരു ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു. അപ്പൊ എഴുത്തുകാരൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞാൻ എപ്പോ ട്രീന് മേലെ പോയാലും ഗ്രാൻഡ് ഫാദറിന്റെ വൈറ്റ് റാറ്റ് എന്റെ പോക്കറ്റിൽ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു.
അപ്പൊ ഗ്രാൻഡ് ഫാദർ എന്നാ പിന്നെ അത് തന്നെയായിരിക്കും ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ മിക്കവാറും വൈറ്റ് റാറ്റ് ആയിരിക്കുന്നത്. ശരിക്കും അങ്ങനെയാണ് കഥ അവസാനം. ഞാൻ വായിച്ച അവസാനം ഫ്യൂ ലൈൻസ്. Grandfather told me that the rat must be the father. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offspring, in this case white squirrels. അപ്പം ഇതാണ് ബേസിക്കലി കഥ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ക്യാരക്ടേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരാ ക്യാരക്ടേഴ്സ് ചോദിക്കാൻ നിങ്ങൾ കൃത്യം ഒരു ട്രീ കാണുന്നുണ്ടാവും അല്ലെ, ഒരു ട്രീ, ക്യാരക്ടർ ട്രീ. ആ ക്യാരക്ടർ ട്രീയിൽ ശരിക്കും ഇങ്ങോട്ട് ഫില്ല് ചെയ്താൽ മാത്രം മതി. ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, നെറേറ്റർ, പിന്നെ സ്നേക്സ് ആ സ്പേസ് അനുസരിച്ച് ഫില്ല് ചെയ്യാം. പിന്നെ കഥയെ 3 ഡിവൈഡ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എന്താ എഴുതണ്ടേ? ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതണ്ടേ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സ്ക്വിറൽ, അത് എഴുതാം, ആ ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഫൈറ്റ് ബിറ്റ്വീൻ സ്നേക്ക് ആൻഡ് മംഗൂസ്, ബർത്ത് ഓഫ് വൈറ്റ് സ്ക്വിറൽസ്. അപ്പൊ അതൊരു ആക്ടിവിറ്റി റെഡി ആയില്ലേ? അങ്ങനെ. പിന്നെ സെറ്റിംഗ് എവിടെയാണ്? ഞാൻ പറഞ്ഞു ഓൾറെഡി. സെറ്റിംഗ് എവിടെയാ? ഡെറാഡൂണില്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. പിന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾ ഉടനെ തന്നെ അടുത്ത വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു ചെറിയൊരു കവിതയുണ്ട്, അതായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക വീഡിയോസ്, ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ. ഓക്കെ, സോ വൈൻഡിങ് അപ്പ് ടുഡേസ് സെഷൻ. ഹോപ്പ് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ ഫോർ യു. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു subscribe, like and share. Thank you. This is your Nini Ruju signing off. Take care. God bless. Bye.